നെർവസ് സിസ്റ്റം, ന്യൂറോളജി, നമ്മുടെ ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹം, ഇതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ B12 അനിവാര്യമായ ഒരു അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ്, RBC, ചുവന്ന രക്താണുക്കൾ, ഇതിന്റെ ഉൽപാദനം നടക്കണമെങ്കിലും ശരീരത്തില് വൈറ്റമിൻ B12 അത്യന്താപേക്ഷിതമാണ്. വൈറ്റമിൻ B12 ഇതിന് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെയും പല ഘടകങ്ങളുണ്ട്. എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ചുരുക്കി വിവരിക്കാം. വൈറ്റമിൻ B12 കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ചില ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ശരീരത്തിന്റെ ഉണർവും ഉന്മേഷം, എനർജി, എന്തൂസിയാസം, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ വൈറ്റമിൻ B12 പ്രോപ്പറായിട്ട് ഉണ്ടാകണം, ആവശ്യമായിട്ടുള്ള അളവിൽ ഉണ്ടാകണം. വൈറ്റമിൻ B12 കുറഞ്ഞു വരുന്ന പക്ഷം കൂടെ കൂടെ ക്ഷീണവും തളർച്ചയും ബലഹീനതയും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഒരു ആധുനിക ചിന്താഗതിയാണ് കേട്ടോ. ആയുർവേദ രീതിയിൽ ഇത്തരത്തിലല്ല ഇത് വിവക്ഷിക്കപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ RBC, ചുവന്ന രക്താണുക്കള് ഉൽപാദനം കുറയുന്നു പറഞ്ഞല്ലോ, അതുവഴി ഒരു തരത്തിലുള്ള അനീമിയ, അതായത് ഒരു വിളർച്ച, ശരീരത്തിന് ഒരു പെയിൽനെസ്, ഒരു വിളറിയ നിറം, മഞ്ഞപ്പിത്തം പോലത്തെ ഒരു അവസ്ഥ, ഇത് ശരീരത്തിൽ സംജാതമാകും. കാരണം ഈ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം കുറയുക വഴിയാണിത്. ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ, അതായത് നാഡീതന്തുക്കളുടെ പ്രവർത്തനം മന്ദഗതിയിലാവുക. കാരണം വൈറ്റമിൻ B12 നാഡികളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അനിവാര്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വൈറ്റമിൻ B12 കുറയുമ്പോൾ ഈ നാഡീതന്തുക്കളുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു, മന്ദഗതിയിലാകുന്നു. അതുവഴി നമുക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് കൈകാലുകൾക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുക, മരവിപ്പ് അനുഭവപ്പെടുക, നടക്കാനൊക്കെ പ്രയാസം അനുഭവപ്പെടുക, അതുപോലെ നടക്കുമ്പോഴൊക്കെയും അതുപോലെ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ, ഒരു ബാലൻസ് നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ B12 കുറഞ്ഞു വരുമ്പോൾ ശരീരം കാണിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത്. വൈറ്റമിൻ B12 കുറയുമ്പോൾ ചിലർക്കൊക്കെ കാഴ്ച മങ്ങല്, കാഴ്ചശക്തി ഒന്ന് കുറഞ്ഞു വരിക, ഒരു മങ്ങൽ അനുഭവപ്പെടുക, ഒരു ബ്ലർനെസ് അനുഭവപ്പെടുക, വ്യക്തമായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥ വരിക, ഇതും വൈറ്റമിൻ B12 കുറയുമ്പോൾ ചിലരിലൊക്കെ കണ്ടുവരാറുണ്ട്. ഇനി അടുത്തതായിട്ട് കൂടുതൽ പേരിൽ കാണിച്ചു വരുന്ന മറ്റൊരു ലക്ഷണമാണ് വൈറ്റമിൻ B12 കുറയുമ്പോൾ പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഒരു മെന്റൽ ഡിപ്രഷൻ, വിഷാദം, ഷോർട്ട് ടെമ്പർമെന്റ്, ക്ഷോഭിക്ക് എളുപ്പം ദേഷ്യപ്പെടുക, അതല്ലെങ്കിൽ ഒരു വിഷാദ രോഗം ബാധിച്ചതുപോലത്തെ ഒരു അവസ്ഥ, ഡിപ്രഷൻ, ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോൾ. ഈ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വൈറ്റമിൻ B12 ബാധിക്കും. കാരണം വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജി, നെർവസ് സിസ്റ്റത്തിനെ കാര്യമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോർഡിനേഷൻ, ബാലൻസ്, സംസാരിക്കാനുള്ള കഴിവ്, ഓർമ്മക്കുറവ്, ആ എനർജിയും എന്തൂസിയാസം ഒക്കെ ഇല്ലാതെ വരിക, കൈകാലുകളിൽ തരിപ്പ്, മരവിപ്പ്, എഴുന്നേറ്റ് നടക്കാനുള്ള പ്രയാസം, ഇത്തരം ലക്ഷണങ്ങളൊക്കെ പൊതുവെ കാണിച്ചു വരുന്നു. ഓർമ്മക്കുറവും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ടെന്ന് അർത്ഥം. വൈറ്റമിൻ B12 കുറയുമ്പോൾ ചിലരിലെങ്കിലും കൂടെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് വായ്പുണ്ണ്, ചൊമറ്റൈറ്റിസ്. വായ്പുണ്ണ് കൂടെ വരുന്ന ഒരു ടെൻഡൻസി, അതുപോലെ നാക്കിനൊക്കെ ഒരു ചുവപ്പ് നിറം വരിക, നാക്കിനൊക്കെ ഒരു കനം വെച്ച പോലെ തടിപ്പ് അനുഭവപ്പെടുക, ഇത്തരം ലക്ഷണങ്ങളും വൈറ്റമിൻ B12 കുറയുമ്പോൾ ചിലരിൽ പ്രദർശിപ്പിക്കാറുണ്ട്. വൈറ്റമിൻ B12 കുറയുമ്പോൾ നാഡികളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നടക്കുമ്പോഴൊക്കെ കിതപ്പ് അനുഭവപ്പെടുക, അതുപോലെ ശ്വാസതടസ്സം അനുഭവപ്പെടുക, നെഞ്ചിലൊക്കെ ഒരു ഭാരം പോലെ, കനം കയറ്റി വെച്ച പോലെ തോന്നുക, ഇതൊക്കെ ചില വൈറ്റമിൻ B12 കുറയുന്ന രോഗികൾ പറയാറുണ്ട്. ആയുർവേദ രീതിയിൽ ഇങ്ങനെ വിറ്റാമിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. നമുക്ക് 6 രസങ്ങൾ പറഞ്ഞിട്ട്, 3 ദോഷങ്ങൾ പറഞ്ഞിട്ട്, പഞ്ചമഹാഭൂതങ്ങൾ പറഞ്ഞിട്ട്, ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് രോഗമില്ലാത്ത ആരോഗ്യകരമായ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോ ഓരോരുത്തരുടെയും ദേഹപ്രകൃതിയും ദോഷപ്രകൃതിയും വ്യത്യസ്തമായിരിക്കും. അവരുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വേണ്ടതായ മൂലകങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യണം. എന്നിട്ട് അതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം. അതിന്റെ വേസ്റ്റ് പാർട്ട് എലിമിനേറ്റ് ചെയ്യണം. ഈ സംഗതികൾ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. ഇതാണ് ഒരു ആയുർവേദത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും അഗ്നിബലം, ദഹന ശക്തി നിർബന്ധമാണ്. അപ്പൊ ശരീരത്തിൽ വിശപ്പുണ്ടാക്കുന്ന, ദഹനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും വ്യായാമ മുറകളും ശീലിക്കുക. എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത ആഹാരങ്ങൾ ശീലിക്കുക. ഓരോരുത്തരുടെയും ദേഹപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതികൾ. 6 രസങ്ങൾ എന്ന് പറയുമ്പോൾ മധുരരസം, അമ്ലരസം, ലവണരസം, കടുരസം, തിക്തരസം, കഷായരസം, ഇങ്ങനെ 6 രസങ്ങളുണ്ട്. ഈ 6 രസങ്ങളും പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ചേർന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സസ്യലതാദികളും പഴവർഗ്ഗങ്ങളും എല്ലാം ധാരാളമായിട്ട് ഭക്ഷിക്കുക. എല്ലാം സമ്മിശ്രമായിട്ട് ഉപയോഗിക്കാനും കൂടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്. നമ്മുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വേണ്ടതായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ദോഷപ്രകൃതിക്ക് അനുകൂലമല്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ്, വേർപ്പായാലും മലമായാലും മൂത്രമായാലും ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് ആയുർവേദം അനുശാസിക്കുന്നത്. വൈറ്റമിൻസ് എന്നുള്ള കൺസെപ്റ്റ് ഒരു ആധുനിക കാഴ്ചപ്പാടാണ്. കാലത്ത് അതിന് കൂടുതൽ പ്രചാരമേറി വരുന്നുണ്ട്. ഒരുപാട് പേര് കമന്റിലൂടെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുക വഴി അതിന് മറുപടി പറയാമെന്ന് വിചാരിച്ചു. വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.